എമർജൻസി സിറ്റുവേഷൻ ബാക്ക് ടു കേരള. ഗൈസ് പെട്ടെന്ന് നാട്ടിലേക്ക് വന്നു എമർജൻസി ആയിട്ട്. ഇന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് 7 മണിക്കാണ് ഫ്ലൈറ്റ്. 7 മണിക്ക് എടുത്താൽ 8 മണിക്ക് 8-8:30 ഉള്ളിൽ കാലിക്കറ്റിലേക്ക് എടുത്ത് എമർജൻസി ആയിട്ട് എടുത്തത്. അപ്പോൾ ഇന്ന് മാർച്ച് 13 നോമ്പ് കൂടിയായിരുന്നു. നോമ്പാണ്, പിന്നെ ഫ്രൈഡേയും കൂടി. അപ്പോൾ പള്ളി കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് ഇപ്പം എന്തായി 3:30 ഇനി നമുക്ക് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് 4 മണിക്ക് ഇറങ്ങിയാൽ 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിലേക്ക് എത്തും. എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല റഷ്, ബിസി ഡേ. അപ്പം എന്തിനാണ് നാട്ടിൽ എമർജൻസി ആയിട്ട് പോകുന്നത് ഞങ്ങളുടെ എയർപോർട്ടിൽ സമയം കിട്ടുന്നതിൻ്റെ കാണുന്നത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് പാക്ക് ചെയ്തിട്ട് ഡ്രസ്സ് ഒന്നും റെഡിയല്ല. അപ്പോൾ ബൈ പാക്ക് ചെയ്തിട്ട് വരാം. ഗൈസ് അഭി ഇത് ബാക്കിൽ ഓടുന്ന ഇറങ്ങിയിട്ട് ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞത്. ഹെൽമെറ്റ് എടുത്തില്ല. അപ്പോൾ അബീത്ത് രാവിലെ കയറി തിരിച്ച് ഇതാക്കണ്ടേ അല്ല, ഹെൽമെറ്റ് എടുത്തിട്ട് പോന്നാ. ലേറ്റായി. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ഹെൽമെറ്റ് കിട്ടി. ചാർജ് കിട്ടിയില്ലേ? അന്നെ മിസ് ചെയ്യണി പൊട്ടി. ബൈ പോട്ടെ, പോയിട്ടെ. ബൈ വാ, നീ നോക്കി കേട്ടാ. ഞാൻ വിളിക്കാം. നമ്മുടെ ഇൻഡസ്ട്രി എല്ലാം നമ്മളെയാണ്. എല്ലാം വളരെ ഞാൻ പഠിക്കുന്നത് പോലെ പഠിച്ചിട്ട്. ഗൈസ് എയർപോർട്ടിലെത്തി. പാർക്കിങ്ങിലുണ്ട്. ടെർമിനൽ 1 ഡിപ്പാർച്ചർ. ഇവിടെ മുമ്പിൽ വെക്കുന്നേ. അങ്ങോട്ടോ ഇങ്ങോട്ടോ. 1 മണിക്കൂർ ഗൈസ്. 1 മണിക്കൂറിനുള്ളിൽ എയർപോർട്ട് എത്തിയില്ല. ബീത്തെ ഇതാ നമ്മളെ അവിടുത്തെ കാണുന്നില്ലടാ. കാണുന്നുണ്ടോ? വിളിച്ചു കൊടുത്തു. ഷർപ്പിനെ എത്തിച്ചു കൊടുത്തു. അത്രേ ഇല്ലോ. കാണുന്നുണ്ടോ അറിയില്ല. പോലീസുണ്ടോ ഗൈസ്? അബീത്തെ പോട്ടെ. ബൈ ഗൈസ്. അന്ന് 1 മണിക്കൂറിനുള്ളിൽ എയർപോർട്ടിൽ എത്തിച്ച് പോകല. ശരി എന്നാലേ അതിലൊക്കെ ഇപ്പോൾ പോക്ക് നോക്കട്ടെ. ഗൈസ് ഫുള്ള് കയറി. ഭാഷ തപ്പണം. ബോർഡിംഗ് പാസ് സെലക്ട് ചെയ്യണം. പോണം. ബോർഡിംഗ് പാസ് കിട്ടി. മുകളിൽ റൈറ്റിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി പോയി നോക്കാം. ബോർഡിംഗ് ഗേറ്റ് 6:30 വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ബോർഡിംഗ് ഗേറ്റ് ഇതാണെന്ന് അറിയില്ല.
ബോർഡിംഗ് ഗേറ്റ് കയറി കാണിച്ചു ഗൈസ്. 6:30 നമ്മൾ ബോർഡിംഗ് ഉള്ളൂ. അപ്പം 5:45 അസർ നിസ്കരിച്ചില്ല. അപ്പം നിസ്കരിക്കാൻ പോകണം. നിസ്കരിച്ചിട്ട് വന്നിട്ട് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ളവും വാങ്ങണം, നോമ്പ് പിടിക്കണം. അപ്പം നിസ്കരിച്ചിട്ട് വരാം ഗൈസ്. കേക്ക് ഉണ്ടോ അറിയില്ല. ഞാനിങ്ങനെ നിസ്കരിച്ചിട്ട് അസർ നിസ്കരിച്ച് അപ്പം സമയം എന്താ വെച്ചാൽ ഇപ്പോൾ 6:10 അസർ നിസ്കരിച്ചിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ലോഞ്ചിൻ്റെ ആക്സസ് ഉണ്ട് അവിടെ. ലോഞ്ചിൻ്റെ ആക്സസിൽ ഇങ്ങനെ ലോഞ്ച് ആക്സസ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്താക്കി എൻ്റെ കാർഡ് എടുക്കുക അറിയാം. ഞാൻ കാർഡ് ക്യാരി ചെയ്തിട്ടുമില്ല. അപ്പോൾ കാർഡ് ക്യാരി ചെയ്ത സ്ഥിതിക്ക് അപ്പോൾ എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്താക്കി വെറുതെ ട്രൈ ചെയ്യാൻ നോക്കിയില്ല. പോയി ട്രൈ സംഭവിച്ചാൽ ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ട്. അവർ ചിരിക്കുന്നത് ആ വ്ളോഗിൽ കണ്ടിട്ട്. ഗുഡ് നെയിം ദിയ ഫ്രം മലയാളിയാ? ഓക്കെ വ്ളോഗ് ചെയ്യുന്ന ഇല്ലില്ല, വെറുതെ എൻ്റെ ഒരു ഇതിനു വേണ്ടി വ്ളോഗ് ചെയ്യുന്ന. ഓക്കെ അപ്പോൾ നിസ്കരിച്ചിട്ട് ലോഞ്ച് ആക്സസ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്താക്കി ഞാൻ പുറത്ത് വരും. ഇങ്ങനെ അവർ പറഞ്ഞ് പുറത്ത് സ്കാനർ ഉണ്ടായാലും ട്രൈ ചെയ്ത് നോക്കി കാർഡ് കയറി ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് എൻ്റെ ബാക്കിൽ ക്യൂവിൽ ഉണ്ടായതാണ്. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് പറഞ്ഞ് അയാൾക്കൊരു ആക്സസും കൂടി ഉണ്ട്, അയാളതിൽ കയറിക്കുമെന്ന്. എനിക്കാണെങ്കിൽ 6:10 എനിക്ക് നോമ്പ് പിടിക്കുകയും വേണം 6:30. അപ്പോൾ ഓരോ ആൾക്കാർ ഹെൽപ്പിങ് അയാൾക്ക് അറിയ പോലുമില്ല. ആ ടൈം കണ്ട അയാളാണെങ്കിൽ വന്നിട്ട് കയറിക്കോ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ബോർഡിംഗ് പാസിൽ അടിച്ചെന്ന് ലോഞ്ച് ആക്സസ് കിട്ടി. ലോഞ്ചിൽ ഇരുന്നിട്ടുണ്ട്. ലോഞ്ചിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന അതിനിപ്പോൾ ഫുഡ് എടുത്തിട്ട് വേണം വന്നിട്ട് നോമ്പ് പൊരിക്കാൻ വേണ്ടിയിട്ട്. 6:30 ബോർഡിങ് തുടങ്ങും ചെയ്യും. 6:30 നോമ്പ് പൊരിച്ച് നമുക്ക് 6:45 ഗേറ്റിലേക്ക് പോവാം, എൻ്റർ ചെയ്യാം. ആളെ പേര് ശുഭം അല്ല, കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ്. ആൾ യൂറോപ്പിൽ വർക്ക് ചെയ്യുന്ന അപ്പം അത് ഇൻസ്റ്റാഗ്രാമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ല. ആൾക്ക് എന്താ മീറ്റിംഗ് ഉണ്ട് തൊട്ട് ആൾ പോയി. അപ്പം ഇങ്ങനെയാ കാര്യങ്ങൾ. പിന്നെ എന്തിനാ എമർജൻസി ആയിട്ട് നാട്ടിൽ പോകുന്നതല്ലേ, അത് പറഞ്ഞാൽ പിന്നെ അതിലെന്തായാലും ഗൈസ് നോമ്പൊരിക്കലില്ലേ ഫുഡ് എടുത്ത് വെക്കാം. 6:20 10 മിനിറ്റ് കൂടെ ഇല്ല. ലോഞ്ചിൽ എന്തെല്ലാം ഫുഡില്ലേ എന്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും എന്നെല്ലാം കാണിച്ചു തരാം ഗൈസ്. ചിക്കൻ കൊസോഡില്ല എന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടി, അറിയില്ല. പിന്നെ ഒരു പാൻ പിസ, പിന്നെ ബാക്കി അപ്പുറം പോയോക്കാം എന്തൊക്കെയാ ഇല്ലേന്ന്. ഇതായിപ്പോൾ എടുത്തിട്ടില്ല. ഇതില്ല സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മളെ ലോഞ്ചിൽ ഇപ്പോൾ എടുത്തത്. ബാക്കി എടുക്കുക എന്തെല്ലാം നമുക്കറിയില്ല. പിസ്സ ഉണ്ട്, വെറുതെ സാധനമുണ്ട്, സോസേജ് ഉണ്ട്, വെജീസ് ഉണ്ട്, പ്രോട്ടീൻ, പാസ്ത, റൈസ്, ചിക്കൻ, ഫ്രൂട്ട്സ്, ഓറഞ്ച് ജ്യൂസ്, വെള്ളം. പിന്നെ വ്യൂ ഇതാ. ഗൈസ് ടൈമായി നോമ്പ് പിടിക്കപ്പം. അപ്പോഴും നല്ല ഗൈസ് ഗേറ്റായി ഗേറ്റിൽ നിന്ന് വിളിച്ചിരുന്നു. ഒരു ക്ലോസ് ചെയ്യല്ലായി 2 മിനിറ്റിൻ്റെ ഉള്ളിൽ 36 എത്തണം. സംഭവം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ലോഞ്ച് ആക്സസ് തന്ന ആളില്ലേ, ആളായിട്ട് സംസാരിച്ച് ഫുഡും കഴിച്ച് സംസാരിച്ചിരുന്ന് ടൈം പോയത് അറിഞ്ഞില്ല. അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ഗേറ്റ് എത്തണം. അങ്ങനെ പോകണം. അപ്പോൾ ഞാൻ ഓടട്ടെ. ബൈ റൺ. എയർപോർട്ട് കയറും. ഫ്ലൈറ്റ് കയറട്ടെ. ഫസ്റ്റ് ലോങ് വഴി ഫ്ലൈറ്റ് കയറുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ്. താങ്ക് യു.
Leave it immediately. The exit will open automatically and you must move out of the aircraft. The instructions to open the exit are displayed on the exit and in the passenger briefing card. Please read it carefully. Do not open the exit until the evacuation orders are given and external conditions are safe. लगे हैं। उड़ान के दौरान सीट बेल्ट साइंस बंद होने के बाद मोबाइल फोन्स और अन्य इलेक्ट्रॉनिक उपकरणों का उपयोग फ्लाइट मोड पर किया। विमान में मदिरा पीना और धूम्रपान वस्तुओं जैसे सिगरेट्स, ई-सिगरेट्स, पर्सनल वेपराइजर्स, वेप पेन्स, ई-सिगार्स, ई-हुक्का, वेपिंग डिवाइस on board our flight UP1743 to Calcutta. Flight time to Calicut is 35 minutes. This flight is under. Please stay free to contact the crew to visit for any assistance. संकेत बंद होने तक बच्चे अपनी सीट पर लगाए रखें. Passengers traveling with children are kindly. Ladies and gentlemen, we would like to remind you that as per directives from the DGCA, consumption of alcohol, usage and charging of smoking devices such as cigarettes, e-cigarettes, personal vaporizers, vape pens, e-cigars, e-hookah, vaping devices, mobile phones and other electronic equipment may be used on flight mode during the flight once the seatbelt signs have been switched off. Excuse me. Excuse me. ഗായ്സ് ഓൾറെഡി അവർ ഡിലേ ആയി. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യുന്ന. അപ്പോൾ ഡിപ്പാർച്ചറിന് പോകണം. അപ്പോൾ ഡൊമസ്റ്റിക് അറൈവൽസ് ഓന് ഡിപ്പാർച്ചറുണ്ട്. അപ്പോൾ അടുത്തേക്ക് പോകണം. മോടാ ഈ സംഭവം എന്നാ പറഞ്ഞില്ലല്ലോ. സംഭവം പറഞ്ഞുതരാ എന്താ സംഭവം എന്ന്. ബാഗ് എടുക്കട്ടെ, പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. ടെൻഷൻ ബാഗ് ഇതുവരെ വന്നില്ല. ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇനി ബാഗ് വന്നിട്ട് വേണം എടുത്തിട്ട് ഓടാൻ. ബാഗ് വരട്ടെ. ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബാഗ് വന്നു. അപ്പുറമുണ്ട്. തിരിച്ചു പുറത്തിറങ്ങി. സംഭവം എന്താ ഇതുവരെ പറ്റില്ല പറഞ്ഞതാ. അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ വാ. വീഡിയോ ഉണ്ടാ. ഫ്ലൈറ്റ് എടുത്ത്
ഒന്നുമില്ല കരൊന്നും ഒരു മിനിറ്റ് ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് 2500 രൂപ. നമുക്ക് പയ്യന്നൂർ എത്തിയിട്ട് ആ കിട്ടി കേട്ടാ കിട്ടി നമ്മള് എയർപോർട്ട് ഇല്ല പട്ടിയലോ എയർപോർട്ട് ഇല്ല പട്ടിയലോ പോകാം. അപ്പൊ ഹണിമൂൺ ട്രിപ്പ് ചെലവ് കൂടുതലാണ് ഓളെ കുട്ടിയെ ചെലവ് കൂടും. അതുകൊണ്ട് ഹണിമൂൺ ട്രിപ്പ് അത്രേ ഉള്ളൂ. അപ്പം മഹാദേവ് പോയി ഒരു മാസം കൊണ്ട് ഞാൻ ഇസ്മായില് ബാംഗ്ലൂരേക്ക് മെയ് ജൂണിലേക്കാണ് അപ്പൊ 2-3 ഞാൻ ലോഡിങ്ങില്ല പോയില്ല. ഇല്ല ഞാനെന്തായാലും ഒരു കൊല്ലം എടുക്കുന്നുണ്ടോ ഒരു കൊല്ലം ഇവൻ അതിന് മുമ്പ് പുറത്തായി ഞാൻ മുട്ടക്കൂടെ ഇവരെ എന്തെല്ലോ പറയാനുണ്ട്. കുറച്ച് ഇതിന്റെ കിടക്ക് പോയിട്ട് പറയാം. എന്തെല്ലാം പ്ലാനാണ്? കരയണം, കരിക്കണം. കരയേണ്ട സമയം തന്നിട്ടല്ലോ. എന്തെല്ലോ പറയാനുണ്ട്. നമുക്ക് വലിയ വിശദീകരിച്ചിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പം എൻ്റെ ഒരു വ്ളോഗ് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടിരുന്ന് കാണുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ വരെ കാണില്ല എൻ്റെ ഇത്രയും ഒരു സപ്പോർട്ട് ചെയ്ത അനിയൻ. അപ്പോ മറ്റേ എന്താ പറയാ അച്ചുവിന്റെ ചാനലിൽ ഫസ്റ്റ് കമന്റ് എന്നിട്ട് കൈവന്തിക്കുന്ന ആൾ ഇവനായിരുന്നു. നാളെ 2 ഫേക്ക് അക്കൗണ്ട് ഇടണേ. അത്രേ ഉള്ളൂ. ബൈക്ക് കൊടുത്തു ഇന്ന് വ്ലോഗിലെ സ്പെഷ്യൽ അതിഥിയായി നമ്മുടെ കൂടെ ഉള്ളത് കലാതിലകം ജ്യോതി മനോജ് കലാമണ്ഡലം, പിന്നെ കാസർഗോഡ് MVD അല്ലേ, MVDയുടെ ശക്തമായ കരുത്തും കരളൊരപ്പും പോരാളിയുമായ മനോജ് ചേട്ടൻ നമ്മുടെ കൂടെ അതിഥിയായി. വ്ലോഗിലെ മുഖ്യ അതിഥികളായി മുൻപിൽ 2 പേരുണ്ട്. ഈ സന്തൂർ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈശ്വരൻ ഇതൊന്നും വരൂല്ലല്ലോ. വരുന്നതാണ്. ഇത് നാളെ TV നോക്കണേ. കാണുന്ന ഇല്ലല്ലോ അപ്പുറത്തെ എല്ലാം കഴിഞ്ഞിട്ട് എത്തിയത് 3:30 എത്തിയിട്ട് ഒരുത്തൻ താക്കോല് കൊണ്ട് കളഞ്ഞു എവിടെയോ എന്നിട്ട് ചവിട്ടി വേണം ഇപ്പൊ പൊരയെത്തിക്കാൻ. അതിന്റെ ഇടയ്ക്ക് എന്തെല്ലോ കഥയുണ്ട്. അത് ഞാൻ പിന്നെ പറയും. അതിന്റെ ഒപ്പമായിട്ട് ലാസ്റ്റ് ഉണ്ടാവും എവിടെങ്കിലും. അപ്പൊ പൊരക്ക് പോയി ഉറങ്ങട്ടെ. ബൈ. അതിന്റെ എത്തി ഇവിടുന്ന് 1 കിലോമീറ്റർ എൻ്റെ വരെ എത്തി. അത് കഴിഞ്ഞിട്ട് ഇസ്മായിലിന് പോകണം. ഈ വ്ളോഗ് എപ്പോൾ എഡിറ്റ് ചെയ്തിട്ടെല്ലാം വരുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കാറിന് കുറച്ച് കടന്നുറങ്ങി. കുറച്ചധികം അതേ ദുബൈയിലെത്തിയിട്ടുണ്ടാവും. ബാക്കി അതിന്റെ അടുക്കെന്തെങ്കിലും ഉണ്ടാവും. നമുക്ക് ആളെ മറ്റന്ന എപ്പെങ്കിൽ ഇരുന്ന് പറയാം. ശരിക്കൊന്ന് ഇരുന്ന് പറയണം. അപ്പൊ ശരി എന്നാ ഫ്രെയിമിലോടാ.
ബൈ ബൈ Bye. ബൈ. സീ യു.